നമസ്കാരം. കഴിഞ്ഞ 265 ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം അവസാനിപ്പിക്കുന്നു. സമരം പൂർണ്ണമായും അവസാനിപ്പിക്കുകയല്ല, മറിച്ച് സമരത്തിന്റെ രീതിയും സ്വഭാവവും മാറ്റുകയാണെന്ന് ആശമാർ തന്നെ വ്യക്തമാക്കുകയാണ്. 1000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇത് സമരത്തിന്റെ വിജയമെന്ന് തന്നെ അവർ കരുതുന്നു. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നാണം കെട്ട് CITU രംഗത്തുണ്ട്. ഇന്ന് CITUവിന്റെ ആഹ്ലാദ പ്രകടനമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതേസമയം ആശമാർ പറയുന്നത് 1000 രൂപ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല. നാളെ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പുതിയ സമര പ്രഖ്യാപനം ഉണ്ടാകും. ഇനി സമരം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാറ്റാനാണ് ആശമാരുടെ തീരുമാനം. 21,000 രൂപ ഓണറേറിയം വേതനം 21,000 രൂപ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 265 ദിവസവും ആശമാർ നടത്തിയത്. വെയിലേറ്റ് മഴ കൊണ്ട് രാവും പകലുമില്ലാതെ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിന് നേരെ ഭരണകൂടം കണ്ണടച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശന വിധേയമായത്. ആ കണ്ണടയ്ക്കൽ കഴിഞ്ഞ ദിവസം വരെ ഭരണകൂടം തുടർന്നു. ഇതിനിടയിൽ പലതവണ ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ നിർബന്ധിതരായി. എന്നാൽ ആശമാരുടെ ആവശ്യം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. കേന്ദ്ര സർക്കാരാണ് പണം നൽകേണ്ടതെന്ന അഴകുഴമ്പൻ മറുപടിയാണ് പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ നൽകിയത്. ഒരു ഗത്യന്തരവുമില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ ഒടുവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ 1000 രൂപ കൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കില്ല എന്ന വളരെ കൃത്യമായ നിശ്ചയം തന്നെയാണ് ആശമാർ എടുത്തിരിക്കുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് സമരം മാറ്റുന്നു എന്ന് മാത്രമാണുള്ളത്. ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തും. അതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. അതിനിടയിലാണ് ഇത്തിൾ കണ്ണി പോലെ CITU രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് 1000 രൂപയുടെ ഓണറേറിയം വർധന ആശമാർക്ക് ലഭിച്ചത് എന്നാണ് CITUവിന്റെ ജില്ലാ നേതൃത്വം പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് CITU. എന്തായാലും CITUവിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ആശമാർ. സ്ത്രീ പോരാട്ടത്തിന്റെ ഒരു വിജയമാണിത്. സ്ത്രീകളുടെ പോരാട്ടം, ആ പോരാട്ടം ഒടുവിൽ ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്നും ആശമാർ വ്യക്തമാക്കുന്നു.